നമസ്കാരം. പ്രധാന വാർത്തകൾ. നെല്ലായ പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലും ചട്ടവിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നെന്ന പരാതിയുമായി UDF സെക്രട്ടറി CPMന്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുകയാണെന്നും പരാതി പരിശോധിക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നും നേതാക്കൾ. 17-ന് പഞ്ചായത്തിലേക്ക് മാർച്ച് നടന്നു. KSU പ്രവർത്തകരെ കയ്യിൽ വിലങ്ങും കറുത്ത മുഖംമൂടിയും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ നടപടി. വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പീര വസതിയിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നായ കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മലപ്പുറം മേലാറ്റൂർ കട്ടിലശ്ശേരി ഉമ്മറിന്റെ ഭാര്യ 40 വയസ്സുള്ള സലീനയാണ് മരിച്ചത്. അലനല്ലൂർ സ്കൂൾ പടിയിൽ വെച്ചായിരുന്നു അപകടം. ജലജീവൻ മിഷൻ പദ്ധതിയിൽ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിച്ച മലപ്പുറം ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി ഏലംകുളം. മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപനം നടത്തി. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവതിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. വാണിയംകുളം സ്വദേശിനിയായ യുവതിയാണ് പുഴയിൽ ചാടിയത്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ SFI നേതാക്കളുടെ നേതൃത്വത്തിൽ ഗുണ്ടാ ആക്രമണമെന്ന് പരാതി. ബൈക്കുകളിലെത്തിയ സംഘം 2 വിദ്യാർത്ഥികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് അടിച്ചു തകർത്തു. വിശദമായ വാർത്തകൾ നോക്കാം. നെല്ലായ പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലും ചട്ടവിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നെന്ന ആരോപണവുമായി UDF നേതാക്കൾ. സെക്രട്ടറി ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും CPMന് ഒത്താശ ചെയ്യുകയാണെന്നും നേതാക്കൾ ചെർപ്പളശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിയമവിരുദ്ധ മാർഗത്തിലൂടെ നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവുമായാണ് UDF പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് വന്നത്. സെക്രട്ടറി നിയമവിരുദ്ധമായി CPMന്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്നു. വിദേശത്തെ ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായവരെ സെക്രട്ടറിക്ക് മുന്നിൽ നേരിട്ട് ഹിയറിംഗിന് ഹാജരായി എന്ന വ്യാജേന വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പരാതി നൽകിയാൽ പരിശോധിക്കാൻ പോലും സെക്രട്ടറി തയ്യാറാകുന്നില്ല. വർഷങ്ങളായി പഞ്ചായത്തിൽ താമസമില്ലാത്തവരും മറ്റു ജില്ലകളിൽ താമസിക്കുന്നവരുമായവരെ പോലും ഹിയറിംഗ് നടത്തി എന്ന രേഖയുണ്ടാക്കി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വാർഡ് വിഭജനം പോലും വിജ്ഞാപനത്തിൽ പറയുന്ന അതിരുകൾക്കും മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമായാണ് നടന്നിട്ടുള്ളതെന്നും UDF നേതാക്കൾ ആരോപിച്ചു. ഇന്നലെയും പോയി ഞങ്ങൾ പങ്കെടുത്തു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കഴിഞ്ഞ ബൂത്തിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ ഡിവൈഡ് ചെയ്യുന്ന ചില വാർഡുകളിൽ അശാസ്ത്രീയമായി വാർഡ് വിഭജനം നടത്തിയ സമയത്ത് കിലോമീറ്ററുകളോളം ഒരു വോട്ടൽ 2 പ്രദേശങ്ങൾക്ക് 2 ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകേണ്ടതുണ്ട്. അതൊക്കെ അതേപോലെ തന്നെ നിലനിർത്തുകയും നമുക്ക് വോട്ടർമാർക്ക് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ ചില വാർഡുകളിൽ 2 കേന്ദ്രങ്ങളിലും ചില വാർഡുകളിൽ 2 ബൂത്തുകൾ ഒരേ കേന്ദ്രങ്ങളിലാക്കിയപ്പോൾ നിലനിർത്തി ഇന്നലെ അത് തീരുമാനമായിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു CPMൻ്റെ ലോക്കൽ സെക്രട്ടറി ഏരിയ സെക്രട്ടറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെയാണ് പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ നികുതിപ്പണം കൈപ്പറ്റിക്കൊണ്ട് ശമ്പളം പറ്റുന്ന ഒരു പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ വർക്ക് ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ഒരു സെക്രട്ടറിയെ ഈ പഞ്ചായത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. അത്തരം ഒരു സെക്രട്ടറിയെ ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഇലക്ഷൻ ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ള ഒരു ഡിമാൻഡാണ് ഞങ്ങൾ വെക്കുന്നത്. അത് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തന്നെ അവർ ന്യായമായ അവകാശങ്ങൾ പോലും അവർക്ക് നേടിയെടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ ഗുരുതരമായ ക്രമക്കേടുകൾ പ്രവാസി വോട്ടർമാർക്ക് പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരങ്ങളുണ്ട്. എംബസി മുഖേന ഗവൺമെൻറ് മുഖേന ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ ആകെ ചേർന്നിട്ടുള്ളത് 12-ാം വാർഡിൽ മേലേതലക്കൽ അബ്ദുസമദും 3-ാം വാർഡിൽ ഒരു സറഫുദ്ദീനും മാത്രമാണ് ചേർന്നിട്ടുള്ളത്. ബാക്കി ഒരുപാട് ആളുകൾ അത് അവരവിടുത്തെ രേഖാമൂലം കൃത്യമായി അവിടുന്ന് ചേർന്നതാണ്. ബാക്കി പല ആളുകളെയും വോട്ടർ പട്ടികയിൽ പേര് ചേർന്നതായി സെക്രട്ടറി അതിൽ അവർ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ നാട്ടിൽ വരാതെ അവർ അപേക്ഷ കൊടുക്കാതെ സെക്രട്ടറി മുമ്പാകെ പങ്കെടുക്കാതെ പങ്കെടുക്കാതെ വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം CPMൻ്റെ ഒരു ലോക്കൽ സെക്രട്ടറി എടുക്കുന്ന പണിയാണ് നല്ല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എടുക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ജനനം മുതൽ പഞ്ചായത്തിലെ വാർഡുകളിൽ സ്ഥിരതാമസക്കാരായവരെ മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി നീക്കം ചെയ്യുകയാണ്. രാഷ്ട്രീയ നിലപാടുകളോടെ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സെക്രട്ടറിയെ തിരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് നീക്കണം. സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം, ഒരു പഞ്ചായത്ത് സെക്രട്ടറി പക്ഷപാതപരമായി തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കേണ്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ ആ നില വിട്ട് CPMൻ്റെ ദാസ്യപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ UDFനെ സംബന്ധിച്ച് നോക്കിയിരിക്കാൻ കഴിയില്ല. ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരാക്കി മാറ്റുന്നു, വിദേശത്തുള്ളവരെ നിയമവിരുദ്ധമായി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു. ഈ പഞ്ചായത്തിൽ 15 വർഷം ഉൾപ്പെടെയായി താമസമില്ലാത്ത ആളുകളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കൊടുത്തത്. അപ്പോൾ വീടുകളടക്കം വിറ്റുപോയി മറ്റു സ്ഥലത്ത് വീട് കയറ്റിയ ആളുകളുണ്ട്.
അങ്ങനെ കൊടുത്ത ആളുകളെ, പരാതിക്കാരെ ഈ ഹിയറിങ്ങിന് വിളിക്കാതെ ആ വോട്ടുകൾ നിലനിർത്തി പോകുന്നു. ഇങ്ങനെ തികച്ചും പക്ഷപാതിത്വപരമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് ഇപ്പോൾ മറ്റൊന്നെന്താ ചെയ്തെന്ന് വെച്ചാൽ, ആ പട്ടിക പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അതിപ്പോൾ മറ്റൊന്നെന്താ, വാർഡ് വിഭജനം കഴിഞ്ഞ് വോട്ടർ പട്ടിക വന്നു. വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ CPMന് ചില വാർഡുകൾ തീർത്തും മത്സരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് ബോധ്യം വന്നു. മത്സരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ, അത്രയും ദയനീയമാണ് ആ വാർഡിലെ അവസ്ഥ. അപ്പോൾ എന്താ ചെയ്യുന്നത്? തൊട്ടടുത്ത വാർഡുകളിൽ നിന്ന് CPMന് അനുകൂലമായ വോട്ടുകൾ പെറുക്കിയെടുക്കുക. അതൃപ്തിയൊന്നും പ്രശ്നമില്ല, വോട്ടുകൾ പെറുക്കിയെടുക്കുക. ആ വോട്ടുകളെ അവർക്ക് ജയിക്കാൻ പ്രയാസം അനുഭവപ്പെടുന്ന വാർഡിലേക്ക് മാറ്റിയിടുക. അതുപോലെ തന്നെ UDFൻ്റെ വോട്ടുകളെ, CPMന് മത്സരിച്ച് ജയിക്കാൻ പ്രയാസമുള്ള വാർഡുകളാണെന്ന് തോന്നിയാൽ ആ വാർഡിലെ വോട്ടുകളെ, UDFൻ്റെ വോട്ടുകളെ എടുത്ത് ഒരിക്കലും തങ്ങൾ ജയിക്കില്ല എന്ന് ഉറപ്പുള്ള, UDF തന്നെ ജയിക്കുന്ന ഉറപ്പുള്ള വാർഡുകളിലേക്ക് മാറ്റിയിടുക. വാർഡ് വിഭജനത്തിൽ പോലും പരാതി ഉണ്ടായിട്ടും ആ പരാതി UDF ആയിട്ടും വ്യക്തികളായിട്ടും പരാതി സമർപ്പിച്ചിട്ടും അതിനൊന്നും ഒരു പരിഹാരം കാണാതെ വോട്ടർ പട്ടികയിലേക്ക് വോട്ട് ചേർക്കുന്ന സമയത്ത്, ഉദാഹരണമായി 7ഉം 8ഉം വാർഡിൻ്റെ എടുത്താൽ തന്നെ നമുക്കിത് മനസ്സിലാകുന്നതാണ്. 8ാം വാർഡിലെ 103ഓളം വോട്ടുകൾ, അതിർത്തിക്കുള്ളിൽ കിടക്കുന്ന വോട്ടുകൾ 7ാം വാർഡിലേക്ക് മാറ്റി 7ാം വാർഡിൽ നിന്ന് അവർക്ക് കിട്ടാവുന്ന CPMന് അനുകൂലമായ വോട്ടുകൾ 8ാം വാർഡിലേക്ക് മാറ്റിമറിച്ചുകൊണ്ടുള്ള വോട്ടർ പട്ടികയാണ് ഇപ്പോൾ ഇറക്കപ്പെട്ടിരിക്കുന്നത്. അതിലുവർ ജീവിക്കുന്ന ആളെ മരിച്ച ആളായി ഒഴിവാക്കിയിരിക്കുന്നു. ഒന്ന് മാത്രമൊന്നുമല്ല, നെല്ലായ പഞ്ചായത്തിലെ 22 വാർഡുകളിലും അത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായ അതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നലെ സെക്രട്ടറിയെ കണ്ടത്. സെക്രട്ടറി പറഞ്ഞത് എന്താ പറയുക, എനിക്ക് പരാതി കൊടുക്കാണ്ടെങ്കിൽ പരാതി കൊടുക്കണം, എനിക്കതിന് കേൾക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറി ഒരു ഏകപക്ഷീയമായ നിലപാടാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സെക്രട്ടറിയെ വെച്ച് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ UDFനെ സംബന്ധിച്ച് അതൊരിക്കലും അനുവദിക്കുന്നതല്ല എന്ന് തീർത്ത് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വിഷയം ഉന്നയിച്ച് UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലായ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് 17-ന് ബുധനാഴ്ച പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ ഉള്ളൊരു പ്രവർത്തനവുമായിട്ട് നെല്ലായ പഞ്ചായത്ത് സെക്രട്ടറി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇതുവരെ ഞങ്ങൾ കാണിച്ച ആ ഒരു സംയമനം ഇനി തുടർന്നു പോകാൻ സാധ്യമല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, നെല്ലായ പഞ്ചായത്തിലെ വോട്ടർമാരെ അണിനിരത്തിക്കൊണ്ട് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വരുന്ന ബുധനാഴ്ച 17 ബുധനാഴ്ച നെല്ലായ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഇത് സംബന്ധിച്ച ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഈ നിലപാട് തിരുത്തണമെന്നും, അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരോട് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി നീതിപൂർവവും സുതാര്യവും ജനാധിപത്യപരവുമായ ഒരു തെരഞ്ഞെടുപ്പ് നെല്ലായ പഞ്ചായത്തിൽ നടക്കാനുള്ള അവസരം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മേലാടയിൽ വാപ്പുട്ടി, കൺവീനർ മൂസ പേങ്ങാട്ടിരി, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് N ജനാർദ്ദനൻ, ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹംസത്ത് മടാല, സെക്രട്ടറി KP മുഹമ്മദ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KMK ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. KSU പ്രവർത്തകരെ ഉപദ്രവിക്കുകയും കൊടും കുറ്റവാളികളെപ്പോലെ കയ്യിൽ വിലങ്ങും കറുത്ത മുഖംമൂടിയും അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചും പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പി വള്ളൂരിലെ വീട്ടിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
വടക്കാഞ്ചേരി മുള്ളൂർക്കരയിൽ KSU SFI സംഘർഷത്തിൽ അറസ്റ്റിലായ KSU നേതാക്കളെ മുഖം മറച്ച് വിലങ്ങണിയിച്ച് കോടതിയിലെത്തിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് വടക്കാഞ്ചേരി SHO UK ഷാജഹാന്റെ പട്ടാമ്പി വള്ളൂരിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. യൂത്ത് കോൺഗ്രസ് KSU പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ശങ്കരമംഗലത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഷാജഹാന്റെ വസതിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. അരമണിക്കൂറോളം സമയം പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷാവസ്ഥയുണ്ടായി. തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി OK ഫാറൂഖ്, KPCC അംഗം റിയാസ് മുക്കോളി, ജയശങ്കർ കൊട്ടാരത്തിൽ, KR നാരായണസ്വാമി, അജയ് ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയപ്പെട്ട DYSP, നിങ്ങൾ മനസ്സിലാക്കിക്കോ, യൂത്ത് കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥി യൂണിയന്റെയും സമരശൈലി മാറ്റിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ, ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ ആരൊക്കെ ക്രൂരത കാണിക്കുന്നുവോ അതുവരോട് ഇതുപോലെ തന്നെ ശക്തമായ രീതിയിൽ ജനാധിപത്യ മാർഗത്തിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യം ഞങ്ങളുടെ വീണ്ടും അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഷാജഹാൻ എന്താണ് പോലീസ്, എന്താണ് ജോലി എന്ന് മറന്നുകൊണ്ട് പിണറായി വിജയനെ സുഖിപ്പിക്കാൻ വേണ്ടി കിട്ടാവുന്ന ചില അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഇൻക്രിമെന്റ് ഏതെങ്കിലും രീതിയിലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ആ ഷാജഹാൻ കാണിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ പാതകമാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ആരെയതിനു മുമ്പ് തലമറച്ച് കണ്ടിട്ടുള്ളത്, കറുത്ത തുണി വെച്ച് തലയും മുഖവും മറച്ച ചിത്രം നമ്മൾ ആരുടേതാ കണ്ടിട്ടുള്ളത്? ഈ രാജ്യത്ത് ഭീകരാക്രമണം ഉണ്ടാക്കിയിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ള ആളുകൾക്കറിയില്ലേ? എന്നാൽ അവർക്ക് പോലും ചില സ്ഥലങ്ങളിൽ ഈ കേരളത്തിൽ പോലും 8 പേരെ കൊന്ന ഭീകരനെ നിങ്ങൾ കൊണ്ടുപോയത് ഉല്ലസിച്ചുകൊണ്ടാണ്, മുഖം കാണിച്ചുകൊണ്ടാണ്. ഇവിടെ കേരള വിദ്യാർത്ഥിയുടെ നേതാക്കന്മാർ എന്താ ചെയ്ത തെറ്റ്? നായ കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മലപ്പുറം മേലാറ്റൂർ കിഴക്കുംപാടം കട്ടിലശ്ശേരി ഉമ്മറിൻ്റെ ഭാര്യ സെലീനയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാത്രി അലനല്ലൂരിലെ ബന്ധുവീട് സന്ദർശിച്ച് മകൻ ഷമ്മാസ് ഓടിച്ച ബൈക്കിന് പിറകിൽ യാത്ര ചെയ്യവേ അലനല്ലൂർ സ്കൂൾ പടി ജംഗ്ഷനിൽ നായ കുറുകെ ചാടി ബൈക്ക് മറിയുകയായിരുന്നു. പുറകിലിടുന്ന സെലീന തലയിടിച്ച് വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെ 7:30യോടെയാണ് മരണം സംഭവിച്ചത്. ഈ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും വിദ്യാർത്ഥികൾക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ഇവ സ്ഥിരം ഭീഷണിയാണെന്നും വ്യാപാരി ജിതിൻ കൊടുവള്ളി പറഞ്ഞു. ഇത് നമ്മളൊന്ന് കട അടച്ചു പോയി കഴിഞ്ഞാൽ ഫുള്ള് നായ്ക്കൾ കടയുടെ മുന്നിലുണ്ടാവുക. അല്ലെങ്കിൽ ഇതുവരെ സ്കൂൾ കുട്ടികൾ, അലനല്ലൂർ ഹൈസ്കൂൾ ഇവിടെ അടുത്താണ്. സ്കൂളിൽ കഴിഞ്ഞ് വരുന്ന കുട്ടികൾ എല്ലാവരും ഇവിടെ ബസ് കയറാൻ വേണ്ടി നിൽക്കുക. ഇത്രയും കുട്ടികൾ ഇവിടെ ഉള്ള ഒരു ഏരിയയിലും ഈ കുട്ടികൾക്കും മറ്റുള്ള വഴിയാത്രക്കാർക്കും, ബൈക്ക് യാത്രക്കാരാണ് കൂടുതൽ ഇതിൽ ഇരകളാവുന്നത്. ഇതിന് മുന്നേയും ഉണ്ടായിട്ടുണ്ട് ഒരു അവസ്ഥ. ഇതിന് മുന്നേയും ഇതേപോലെ ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. നായ മുന്നിലേക്ക് ചാടുക, ബൈക്കിൽ തട്ടുക, മറ്റുള്ള വണ്ടികളിൽ തട്ടുക, എന്നിട്ട് വണ്ടികൾ മറിയുക, ആളുകൾക്ക് പരിക്കാവുക. 2 വർഷം വരെയൊക്കെ ഹോസ്പിറ്റൽ കേസായിട്ട് നടന്ന ആളുകളുണ്ട് ഇവിടെ ഈ നായ തട്ടിയതിൻ്റെ പേരിൽ. പിന്നെ നായകൾ ചത്ത് കിടക്കലുണ്ടാവും. വണ്ടികൾ തട്ടിയിട്ട് ധാരാളം നായ്ക്കുട്ടികൾ ചത്ത് കിടക്കും. ഒരു സീസണിൽ 10-15 നായ്ക്കുട്ടികളൊക്കെയാണ് ഒരുമിച്ചിട്ട് ഇറങ്ങുക. ആളുകൾക്ക് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെ.
മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ SFI നേതാക്കളുടെ നേതൃത്വത്തിൽ ഗുണ്ടാ ആക്രമണമെന്ന് പരാതി. ബൈക്കുകളിലെത്തിയ സംഘം പള്ളിക്കുന്നിൽ 2 വിദ്യാർത്ഥികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് അടിച്ചു തകർത്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയാണ് സംഭവം. മണ്ണാർക്കാട് MES കോളേജിലെ SFI യൂണിറ്റ് മണ്ണാർക്കാട് ഓഡിറ്റോറിയത്തിൽ ഫ്രഷേഴ്സ് ഡേ സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. തുവ്വൂർ സ്വദേശി ഫർഹാൻ, പെരിന്തൽമണ്ണ സ്വദേശി ഷുഹൈബ് എന്നിവരും ഓഡിറ്റോറിയത്തിലെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. 3 മണിയോടെ 7 ബൈക്കുകളിലെത്തിയ സംഘം ഫർഹാനും ഷുഹൈബും താമസിക്കുന്ന പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സ് അടിച്ചു തകർക്കുകയായിരുന്നു. ഈ സമയത്ത് ഇരുവരും ഇവിടെ ഉണ്ടായിരുന്നില്ല. 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് ക്വാർട്ടേഴ്സ് ഉടമ കളത്തിൽ മുസ്തഫ പറഞ്ഞു. ഉച്ചക്ക് 3:30 മണിയോടുകൂടെ ഇവിടെ താമസിക്കുന്ന 2 പയ്യന്മാരെ തെരഞ്ഞിട്ട് ബൈക്കിലും കാറിലുമായിട്ട് ഒരു 20ഓളം ആളുകൾ വന്നിട്ട് അവരെ കിട്ടിയില്ല. ഇവിടെ അടിയുണ്ടാക്കുകയും നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളതൊക്കെയാണ്. ജനലൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, ഉള്ളിൽ ഫർണിച്ചറുകളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് 1 ലക്ഷം രൂപയോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കോളേജിലുണ്ടായിട്ടുള്ള അടിപിടിയായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാരണങ്ങളാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വിശദമായിട്ട് അറിയില്ല. കോളേജിൻ്റെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ പേരിൽ വന്നതാണ്. ഇവിടെ കോളേജ് വിദ്യാർത്ഥികൾ താമസിക്കുന്നുണ്ടോ? കോളേജ് വിദ്യാർത്ഥികൾ 4 വർഷത്തോളമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കാൻ കാരണക്കാരായ 2 പയ്യന്മാർ ഇവിടെ വന്നിട്ട് ഏകദേശം 1.5 മാസത്തോളമായിട്ടുള്ളൂ. അവരന്വേഷിച്ചിട്ടാണ് ഇത്രയും വലിയൊരു അക്രമി സംഘം വന്നത്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ പൈപ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, ഫർണിച്ചറുകൾ അടിച്ച് തകർത്തിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്ന പയ്യന്മാരുടെ സാധന സാമഗ്രികൾ, ഇസ്തിരിപ്പെട്ടി, ഡ്രസ്സുകൾ, പുസ്തകങ്ങൾ, കസേര എല്ലാം വലിച്ചു വാരി പുറത്തിട്ടിട്ടുണ്ട്. ഒക്കെ അടിച്ച് തകർത്തിട്ടുള്ള ജനൽ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, ഓടുകൾ പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. SFIക്കാരായ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് SFI നേതാക്കളുടെ നേതൃത്വത്തിലാണ് അടിച്ചു തകർത്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് പറഞ്ഞു. അവിടെ ചെറിയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെ SFIയുടെ ടീമുകൾ തമ്മിൽ പ്രശ്നമുണ്ടാകുകയും അതിൻ്റെ ഭാഗമായി SFIയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള 2 വിദ്യാർത്ഥികൾ ഇവിടെ പള്ളിക്കുന്ന് വിസപ്പടിയിലുള്ള മുസ്തഫ എന്ന് പറഞ്ഞ ഒരു കളത്ത് മുസ്തഫാൻ്റെ ഒരു വീടിൻ്റെ അവിടെ വാടക താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ 1.5 മാസത്തോളം കാലമായി വരണ്ടേ അവിടെ പ്രശ്നമുണ്ടാക്കിയ SFIയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ വിസപ്പടിയിലേക്ക് വന്നിട്ടുള്ളത്. അവിടെ വന്നിട്ട് ഈ കുട്ടികളെ അന്വേഷിക്കുകയും ഈ കുട്ടികളെ കിട്ടാത്തത് കൊണ്ട് ഇവിടെ മുസ്തഫാൻ്റെ വീട്ടിൽ കയറി വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 1 ലക്ഷത്തോളം അദ്ദേഹത്തിന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ കയറി അവിടെ പൈപ്പുകൾ പൊട്ടിക്കുകയും അവിടെ ഫർണിച്ചറുകൾ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാകുന്ന അവരുടെ ഡ്രസ്സുകളൊക്കെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. എൻ്റെ വാർഡ് കൂടിയാണ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഇത് 17ാം വാർഡ് കൂടിയാണ്. ഇവിടെ വലിയ നല്ല സമാധാനത്തോടെ നടക്കുന്ന ഒരു സ്ഥലമാണ് പള്ളിക്കുന്ന് എന്നുള്ള പ്രദേശം. എന്നാൽ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന SFIയുടെ ഗുണ്ടകൾ തന്നെ അങ്ങനെ പറയാം. ഇവിടെ നമുക്കറിയാം വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. പക്ഷേ ഇവിടെ വലിയൊരു അക്രമം അഴിച്ചുവിടുന്ന രീതിയിലാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടെ വീഡിയോ ഉണ്ട്, നമ്മൾ കൃത്യമായ ക്ലിപ്പുണ്ട്. അതിൽ SFIയുടെ പുറത്തുള്ള നേതാക്കന്മാർ വന്ന് ഇവിടെ വന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. കൃത്യമായിട്ട് ഇവിടെ പറയാം, ഇവിടെ അക്രമത്തിൻ്റെയും രാഷ്ട്രീയത്തിനും അപ്പുറം ഇവിടെ സമാധാനം പുലർന്ന നാടെന്ന നിലയ്ക്ക് ഇവിടെ സമാധാനം വേണം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായിട്ട് CIക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാക്കിയവർക്കെതിരെ കർശന നടപടി എടുക്കണം. ബന്ധപ്പെട്ട HMനെ അവിടെ പ്രിൻസിപ്പാളെയും വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് SFIക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി എടുക്കണം. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിനു മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. വാണിയംകുളം സ്വദേശിനിയായ 28-കാരിയാണ് പുഴയിൽ ചാടിയത്. യുവതി ഒഴുകി വരുന്നത് കണ്ട നാട്ടുകാർ ഇവരെ റെയിൽവേ സ്റ്റേഷന് പിന്നിൽ വെച്ച് കരയ്ക്ക് കയറ്റുകയായിരുന്നു. വിവരമറിഞ്ഞ് പോലീസും ഷൊർണൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘവും എത്തിയിരുന്നു. യുവതിയെ ആംബുലൻസ് എത്തിച്ച് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇവരുടെ ആരോഗ്യനിലയിൽ ആശങ്കകളില്ലെന്ന് പോലീസ് അറിയിച്ചു. മണ്ണാർക്കാട് ആനമൂടി ചെക്ക് പോസ്റ്റിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന സ്ഫോടക വസ്തു പിടികൂടി. സംഭവത്തിൽ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യുവാവ് അറസ്റ്റിലായി. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പുതൂർ പോലീസും മണ്ണാർക്കാട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ആനമൂടി ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിന്ന് സ്ഫോടക വസ്തു പിടികൂടിയത്. 405 ജലാസ്റ്റിക് സ്റ്റിക്കും 399 ലിറ്റിനേറ്ററുമാണ് ഓട്ടോറിക്ഷയിൽ 2 ബോക്സുകളിലായി കണ്ടെത്തിയത്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന തച്ചമ്പാറ സ്വദേശി സന്ദീപിനെ പോലീസ് പിടികൂടി. അട്ടപ്പാടി പുതൂരിലേക്ക് സ്ഫോടക വസ്തു വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് വിവരം. പുതൂരിൽ വസ്തുക്കൾ മറ്റൊരാൾക്ക് കൈമാറും. സന്ദീപിന് എവിടെ നിന്ന് സ്ഫോടക വസ്തു ലഭിച്ചു എന്നും പുതൂരിൽ ആർക്ക് കൈമാറുമെന്നും കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമാകൂ എന്ന് മണ്ണാർക്കാട് പോലീസ് പറഞ്ഞു.
മണ്ണാർക്കാട് CI MP രാജേഷ്, പുതൂർ SI സലാം എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിച്ച് മലപ്പുറം ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി ഏലംകുളം. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഹർഘർ ജൽ പ്രഖ്യാപനം നടത്തി. ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച കുളവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. ഈ പദ്ധതിയിൽ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിച്ച് ഏലംകുളം മലപ്പുറം ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ഹർഘർ ജൽ പ്രഖ്യാപനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഏലംകുളത്തിന് ഒരു ലിക്വിഡിക്കേഷന്റെ പേരിൽ വെള്ളത്തിന്റെ സോഴ്സ് കുറവുണ്ടാകേണ്ട 1 കോടി രൂപ അനുവദിക്കണമെന്ന് നാടിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്ന ആളുകൾ വെള്ളം സുലഭമായി ലഭിക്കാൻ കഴിയുന്ന അവസരം സോഴ്സ് ഉണ്ടാകും. ആ സോഴ്സിൽ തടസ്സം വന്നാൽ ഇതൊന്നും പരിഹരിക്കാൻ ആവില്ല. അതുകൊണ്ട് ഏറെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ സ്ഥലത്തിലും സന്തോഷത്തോടെ പങ്കെടുത്തുകൊണ്ട് അഭിമാനകരമായിട്ട് നേട്ടം കൈവരിച്ച പഞ്ചായത്തിന്റെ പ്രവർത്തനത്തെയും പാട്ടത്തോടെയും അഭിനന്ദിക്കും കൂടി ചെയ്യുന്നുണ്ട്. എന്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. ഔപചാരികമായ ഉദ്ഘാടനം അറിയിക്കുന്നു. ഗണ്യധാരണയായി പഞ്ചായത്തിനെ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജൽജീവൻ മിഷന്റെ 16 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ഗ്രാമപഞ്ചായത്ത് 34 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച പാറക്കൽമുക്ക് നാരായണീകുളത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ S. സത്യവിൽസൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുധീർ ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N. വാസുദേവൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NP ഉണ്ണികൃഷ്ണൻ, ഫസീല മജീദ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിൽകുമാർ TP, പഞ്ചായത്ത് അംഗങ്ങളായ സമദ് താമരശ്ശേരി, K. വിജയലക്ഷ്മി, രമ്യ മാണിത്തൊടി, സ്വപ്ന സുബ്രഹ്മണ്യൻ, C. സാവിത്രി, ഭാരതി CV എന്നിവരും P. ഗോവിന്ദപ്രസാദ്, P. ഹുസൈൻ മാടാല, MV വർഗീസ്, ശൈഷാദ്, ബൂട്ടോ ഉമർ, A. മുരളി, M. സരൂപ്, C. രാകേഷ്, അഫ്സൽ ഹുസൈൻ TM, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ ഷെഡുംകുന്നിലെ ഹാപ്പിനെസ് പാർക്ക് പദ്ധതിയിൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. ഇഴജന്തുക്കളാലും കാടുമൂടിയും ഉപയോഗശൂന്യമായി നശിക്കുകയാണ് ഈ പാർക്കെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിലെ ഷെഡുംകുന്ന് മണ്ണുകടവ് റോഡിൽ സ്ഥാപിച്ച ഹാപ്പിനെസ് പാർക്കിനെതിരെയാണ് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. വയോജനങ്ങൾക്ക് മാനസിക ശാരീരികോല്ലാസത്തിനായി നിർമ്മിച്ച പാർക്ക് കൊണ്ടുള്ള ഹാപ്പിനെസ് ആർക്കാണ് ലഭിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം. 40 മീറ്ററോളം നീളവും 10 അടിയോളം വീതിയുമുള്ള നെറ്റ് കെട്ടി തരംതിരിച്ച ഈ പാർക്കിന് ചിലവായിരിക്കുന്നത് 1.25 ലക്ഷം രൂപയോളമാണെന്ന് നേതാക്കൾ പറഞ്ഞു. ഇവിടെ ആകെയുള്ളത് 2 മെറ്റൽ ചെയറുകളാണ്. ഇത്തരത്തിലുള്ള പ്രഹസന പദ്ധതികളാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ നടപ്പാക്കുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചിങ്ങനേഴി ഭാസ്കരൻ പറഞ്ഞു. നിങ്ങളീ കാണുന്നത് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന് 3-ാം വാർഡിലെ ഷെഡുംകുന്ന് മണ്ണുംകടവ് റോഡിൽ സ്ഥാപിച്ച ഒരു മികച്ച ഹാപ്പിനെസ് പാർക്കാണ്. ഇത് വയോജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി രൂപീകരിച്ച ഈ പാർക്ക് കൊണ്ടുള്ള ഹാപ്പിനെസ് ആർക്കാണ് ഉണ്ടായത് എന്നതിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് ഏതാണ്ട് ഒരു 40 മീറ്ററോളം നീളവും ഒരു 10 അടി വീതിയും ഉള്ള ഒരു വെറും നെറ്റ് കെട്ടിയ ഇതിന് ചെലവ് ആക്കിയിരിക്കുന്നത് 1.25 ലക്ഷം രൂപയോളമാണ്. ഇവിടെ ഇട്ടിരിക്കുന്നത് 2 മെറ്റലിലുള്ള 2 ചെയർ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പദ്ധതികളാണ് ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇത്. ഇന്നീ പാർക്ക് കാടുമൂടി കിടക്കുകയാണ്. ഹാപ്പിനെസ് എന്നുള്ളത് പേരിൽ മാത്രം ഒതുങ്ങുന്നു. അവാർഡ് നേടാൻ വേണ്ടി എന്തൊക്കെയോ നിർമ്മിക്കുന്നു എന്നല്ലാതെ ജനങ്ങൾക്ക് ഇതൊന്നും ഉപകാരപ്രദമാകുന്നില്ലെന്നും ചിങ്ങനേഴി ഭാസ്കരൻ പറഞ്ഞു. പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയുടെ ഒരു ഉദാഹരണം മാത്രമാണിത്. ഇത്തരം അഴിമതികൾ തുറന്നുകാട്ടുക തന്നെ ചെയ്യുമെന്നും ചിങ്ങനേഴി ഭാസ്കരൻ പറഞ്ഞു. ഇത്തരത്തിൽ ഒട്ടേറെ പദ്ധതികളുടെ ഫണ്ട് ലാച്ചാക്കി കളഞ്ഞ് ഇന്നിതെല്ലാം കാട് മൂടി കിടക്കുന്നു. ആരും ഉപയോഗശൂന്യമായ ഇതിന് വലിയൊരു പേര് മാത്രമുണ്ട്. ഇതിലൂടെയാണ് ഈ പഞ്ചായത്ത് അവാർഡ് നേടാനും എല്ലാം ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം പദ്ധതികളാണ് എന്നുകൂടെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതാണ് ഇവിടുത്തെ ഹാപ്പിനെസ് പാർക്ക്. അതിന് നല്ല പേരാണ്. പക്ഷേ ഈ ഹാപ്പിനെസ് ആർക്ക് വേണ്ടിയാണ്, ആരാണത് അനുഭവിച്ചത് എന്നതിനെ നാം ഉത്തരം തേടേണ്ടിയിരിക്കുന്നു. ഇത് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇനിയും മറ്റ് ഇത്തരത്തിലുള്ളത് തുറന്ന് കാട്ടപ്പെടേണ്ടിയിരിക്കുന്നു. ഇടവേള.
മറ്റു വാർത്തകൾ. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം ജില്ലയിൽ 2ാം സ്ഥാനം നേടി പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത്. 2023-2024 വർഷത്തെ പ്രവർത്തനങ്ങൾക്കാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിന് ജില്ലയിൽ 2ാം സ്ഥാനം ലഭിച്ചത്. 3 ലക്ഷം രൂപയാണ് പുരസ്കാരമായി ലഭിക്കുക. 2023-2024 വർഷം ആരോഗ്യമേഖലയിൽ അനുവദിച്ച മുഴുവൻ തുകയും പഞ്ചായത്ത് വിനിയോഗിച്ചു. മാലിന്യ സംസ്കരണ പദ്ധതിയായ ഹരിതം പൂക്കോട്ടുകാവിൽ ജനകീയ പങ്കാളിത്തത്തോടെ മികച്ച രീതിയിൽ നടത്തിയിരുന്നു. ഹരിതകർമ്മസേനയ്ക്ക് പുതിയ വാഹനം വാങ്ങി. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കായകൽപ്പ് പുരസ്കാരം, NQAS അംഗീകാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ആയുർവേദ ആശുപത്രി രോഗി സൗഹൃദ ആശുപത്രിയാക്കി. 2024 ഹോമിയോ ഡിസ്പെൻസറി തുടങ്ങി. കഴിഞ്ഞ വർഷം ആർദ്ര കേരളം 1ാം സ്ഥാനം ലഭിച്ചിരുന്നു. പുരസ്കാരമായി ലഭിച്ച 5 ലക്ഷം രൂപ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിനായി വിനിയോഗിച്ചു. ആശുപത്രികളുടെ സമ്പൂർണ്ണ വികസനമാണ് തുടർ വർഷങ്ങളിൽ ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് P. ജയശ്രീ പറഞ്ഞു. ആർദ്ര കേരള പുരസ്കാരത്തിന് നമ്മുടെ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് 2ാമത്തെ തവണയും അർഹത നേടി. കഴിഞ്ഞ 22-23 വർഷത്തിൽ നമുക്ക് ജില്ലയിൽ 1ാം സ്ഥാനം നേടാൻ സാധിച്ചു. ഈ 23-24 നമുക്ക് 2ാം സ്ഥാനമാണ്. നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് 1ാം സ്ഥാനം ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് 5 ലക്ഷം രൂപ നമുക്ക് ലഭിക്കുകയുണ്ടായി. അത് നമ്മൾ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ മേഖലയിൽ തന്നെ നമ്മൾ ചെലവഴിച്ചുകൊണ്ട് നല്ല രീതിയിൽ നടത്തി. ഇനി നമുക്കിപ്പോൾ 2ാം സ്ഥാനമാണ് നമുക്ക് ഈ പാലക്കാട് ജില്ലയിൽ ലഭിച്ചിട്ടുള്ളത്. തുടർന്നും നമ്മൾ ആരോഗ്യ മേഖലകളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കുന്നുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനമായാലും അതേപോലെ തന്നെ എല്ലാ രീതിയിലും നമുക്ക് ആരോഗ്യ മേഖലയ്ക്ക് നമ്മൾ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 100% ചെലവഴിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ലഹരി വിമുക്തി കേന്ദ്രം പദ്ധതിക്ക് പുതുജീവൻ. വിമുക്തി കേന്ദ്രത്തിന്റെ രജിസ്ട്രേഷനായി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സംസ്ഥാന മെന്റൽ ഹെൽത്ത് അതോറിറ്റിയെ സമീപിച്ചു. സംവിധാനങ്ങൾ സജ്ജമാക്കിയെങ്കിലും പ്രവർത്തനം തുടങ്ങാതെ കിടന്നിരുന്ന പദ്ധതിയാണ് നിർവഹണ ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിക്കുന്ന പഴയ വനിതാ വാർഡ് കെട്ടിടത്തിലാണ് ലഹരി വിമുക്തി കേന്ദ്രവും സജ്ജമാക്കിയിട്ടുള്ളത്. 4 സെല്ലുകളും 30ഓളം പേരെ കിടത്തി ചികിത്സിക്കാനാവശ്യമായ സൗകര്യങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനവും ആശുപത്രിയിലുണ്ട്. ഇതിനു പുറമെ 6 നഴ്സുമാരെയും കൗൺസിലർമാരെയും സുരക്ഷാ ജീവനക്കാരെയും കൂടി നിയമിക്കണം. ദേശീയ ആരോഗ്യ ദൗത്യം മുഖേനയോ നഗരസഭകളുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയോ നിയമനം പൂർത്തിയാക്കാനാണ് ശ്രമം. നിലവിൽ ജില്ലയിൽ ജില്ലാ ആശുപത്രിയിലും അട്ടപ്പാടിയിലുമാണ് സർക്കാർ മേഖലയിൽ ലഹരി വിമുക്തി കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഒറ്റപ്പാലത്ത് തുടങ്ങാനിരിക്കുന്ന കേന്ദ്രം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയ്ക്ക് ഏറെ പ്രയോജനകരമാകും. 2014 ആണ് താലൂക്ക് ആശുപത്രിക്ക് ലഹരി വിമുക്തി കേന്ദ്രം അനുവദിച്ചിരുന്നത്. 5 വർഷത്തോളം തുടർ പ്രവർത്തനങ്ങൾ നടന്നില്ല. പിന്നീട് 2019 കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. കോവിഡ് കാലത്തിന് ശേഷം 2022 നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി എക്സൈസിന്റെ അനുമതി ലഭിച്ചു. പിന്നെയും സേവനം തുടങ്ങിയിരുന്നില്ല. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ വനമേഖലയിലെ ഫെൻസിംഗ് വാച്ചറായി പഞ്ചായത്ത് നിയമിച്ചയാൾക്ക് ശമ്പളം നൽകാതെ അധികൃതർ. 9 മാസം ജോലി ചെയ്തതിൻ്റെ ശമ്പളത്തിനായി പഞ്ചായത്തിൽ കയറിയിറങ്ങുകയാണ് വാടകയ്ക്ക് താമസിക്കുന്ന പൂഞ്ചാല തോമസ് പുളിന്താനത്ത്. ഗ്രാമസഭ കൂടിയപ്പോഴത്തേനും അവർ പറഞ്ഞ് ഇവരോട് ചോദിക്കുമ്പോഴേ മറ്റേ പ്രകാശനോടും ഈ ഷിബിക്കുരും 6 മെമ്പർ ഷിബിക്കുരോട് ചോദിക്കുമ്പോഴത്തേനും അവർ തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പം ശരിയാക്കി തരാതെ പപ്പു പറയുമ്പോഴത്തെ ഒരു ഡയലോഗാണ്, ഇപ്പം ശരിയാക്കി തരാം ഇപ്പം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ കെണി പെട്ടിട്ടില്ലാത്തതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിപ്പോൾ തരും എന്ന് പറയുമ്പോൾ ഇന്നലെ നാളെ കിട്ടും നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോട്ടറി എടുക്കുമ്പോഴത്തേനും ഒരു നമ്പറിന് മാറിപ്പോകും. അപ്പോൾ ഇന്നലെ നാളെ കിട്ടുന്നതുകൊണ്ട് പിന്നെ ലോട്ടറി എടുക്കുക. ആ ഒരു രീതി തന്നെയാണ് ഇവിടെ. അങ്ങനെ 9 മാസം ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇന്നലെ നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് 9 മാസം നോക്കിയിട്ട് അതിനകത്ത് 1 രൂപ പോലും തന്നിട്ടില്ല. ഇവർ അർഹതപ്പെട്ടവരുണ്ട്. ഇവർ എന്തായാലും അവർ തരുക എന്നുള്ളതാണ്. കാരണം ഇവർ 6 വാർഡ് മെമ്പർ ഷിബി കുര്യനും മറ്റേ സ്റ്റാൻഡിംഗ് കമ്പനിച്ചാലും പ്രദീപ് മാഷും പ്രകാശ് കേന്ദ്രാനിക്കൽ ഇവരെതിനായിട്ട് എനിക്ക് അർഹതപ്പെട്ട 9 മാസത്തെ ഒരു ശമ്പളം തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാഞ്ഞിരപ്പുഴയിലെ പാമ്പൻതോട് പൂഞ്ചോല മേഖലയിലെ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് വൈദ്യുത വേലിയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. പഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും കർഷകരുടെയും സംയുക്ത യോഗത്തിൽ വാച്ചറെ നിയമിക്കാനുള്ള കാര്യം ചർച്ചയ്ക്ക് വന്നെങ്കിലും ശമ്പളം കൊടുക്കാൻ വനംവകുപ്പിന് കഴിയില്ലെന്ന് യോഗത്തിൽ അന്നത്തെ റേഞ്ച് ഓഫീസർ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് ശമ്പളം പഞ്ചായത്ത് നൽകുമെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ K. പ്രദീപ് യോഗത്തെ അറിയിച്ചത്. പ്രതിമാസം 15,000 രൂപ നിശ്ചയിച്ച് തോമസിനെ 2022 നിയമനം നടത്തുകയും ചെയ്തു. ആനമുളി മുതൽ പാമ്പൻതോട് വരെയുള്ള 7 കിലോമീറ്റർ ഭാഗത്തെ ഫെൻസിംഗിന്റെ ചുമതലയും നൽകി. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ഇവിടെ ഒരു ഗ്രാമസഭ കൂടും, അതേപോലെ ഫോറസ്റ്റുകാർ മീറ്റിംഗ് നടത്തും. പാങ്ങോട് സ്കൂളിൽ വെച്ചിങ്ങനെ നടത്തിയപ്പോഴത്തേനും ഇങ്ങനെ ഒരാളെ നിയമിക്കണമെന്ന് വെച്ചു. അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ പേര് കിട്ടി. എൻ്റെ പേര് തോമസ് പുളിന്താനത്ത് പാമ്പൻതോട് എന്നാണ്. എന്നെ നിയമിക്കുകയും അതേപോലെ തന്നെ 1 മാസം 15,000 രൂപ ശമ്പളത്തിന് ഇങ്ങനെ ആക്കിയിട്ട് ഇതുവരെ 9 മാസം ഞാൻ നോക്കിയിട്ട് 1 രൂപ പോലും കിട്ടിയിട്ടില്ല.
ഇവരിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും മെമ്പർ ആണെങ്കിലും അവർ തറവാട്ടിൽ നിന്ന് എടുത്ത് തരേണ്ട, അവരുടെ സ്വർണ്ണമൊന്നും വിറ്റിട്ട് തരേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഫണ്ടൊന്നും അനുവദിച്ച് അതായത് അർഹതപ്പെട്ട പൈസ കിട്ടിയാൽ മതി. അതിപ്പോൾ എനിക്കാണ് ഞാൻ വാടകയ്ക്ക് അവിടെ കിടന്നോട്ടിരുന്നത്. പഞ്ചായത്ത് അംഗം ഷിബി കുര്യനോടും CPM പാർട്ടി പ്രതിനിധി പ്രകാശിനോടും നിരവധി തവണ ആവശ്യം ഉന്നയിച്ചു. ഇത്രയും കാലം ജോലി ചെയ്തിട്ടും 1 രൂപ പോലും ശമ്പളമായി ലഭിച്ചില്ലെന്ന് തോമസ് പുളിന്താനത്ത് പറഞ്ഞു. പഞ്ചായത്തിൽ അന്വേഷിക്കുമ്പോൾ നൽകാമെന്ന് പറയുന്നതല്ലാതെ പണം ലഭിക്കുന്നില്ലെന്നും തോമസ് പറയുന്നു. ഇവിടുത്തെ മണ്ണാർക്കാട് സുബൈർ സാറ്, റേഞ്ചർ സുബൈർ സാറും ആനമോളി ഫോറസ്റ്റുകാരെ നിയമിക്കുകയും ചെയ്ത് 1 മാസം 15,000 രൂപ വെച്ചൊരു ശമ്പളത്തിൽ നിയമിക്കുകയും ചെയ്ത് അങ്ങനെ വന്നിട്ട് 8-9 മാസം നോക്കിയിട്ട് 1 രൂപ പോലും കിട്ടിയിട്ടുമില്ല. എന്നിട്ട് അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു ഫണ്ടില്ല എന്ന് പറഞ്ഞു. ആ ഫണ്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇവർക്ക് ഇവിടെ ഒരു ഫണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കോട്ടപ്പാടം പഞ്ചായത്തിൽ ഫണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കോട്ടപ്പാടം പഞ്ചായത്തിൽ ഫണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 8 ലക്ഷം രൂപ മുടക്കിയിട്ട് ഫണ്ട് അനുവദിക്കും. ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പഞ്ചായത്തിൽ ഫണ്ടില്ല എന്ന് അവർ പറയുന്നത്. തോമസിന്റെ ശമ്പള വിഷയത്തിൽ ആദ്യം നൽകിയ പ്രോജക്റ്റിന് DPC അംഗീകാരം ലഭിച്ചില്ലെന്നും അടുത്തു തന്നെ അംഗീകാരം നേടി ശമ്പളം നൽകുമെന്നുമാണ് പഞ്ചായത്തിന്റെ മറുപടി. 2022 ശമ്പളത്തിനായി 2025 വീണ്ടും പ്രോജക്റ്റ് വെച്ച് എന്ന് ലഭിക്കുമെന്നാണ് കൂലിപ്പണിക്കാരനായ തോമസിന്റെ ആദി. പട്ടാമ്പിയിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ എൻട്രൻസ് കോച്ചിംഗ് ക്യാമ്പ് തുടങ്ങി. മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സൗജന്യ എൻട്രൻസ് അറ്റ് ശ്രദ്ധ ഫൗണ്ടേഷൻ കോഴ്സിനാണ് ഗവൺമെൻറ് കോളേജിൽ തുടക്കമായത്. ഹയർ സെക്കൻഡറി പഠനത്തിനു ശേഷം ഇന്ത്യയിലെ വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗജന്യ എൻട്രൻസ് കോച്ചിംഗ് ക്യാമ്പ് നടത്തുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മുഹസിൻ MLA നടപ്പാക്കുന്ന ശ്രദ്ധ പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് ഫ്രീ എൻട്രൻസ് അറ്റ് ശ്രദ്ധ എന്ന പേരിലുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സുകൾ ഒരുക്കിയിരിക്കുന്നത്. SSLC, +1, +2 സയൻസ് വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്കായാണ് പരിശീലനം. 2 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനം എല്ലാ ഞായറാഴ്ചകളിലും പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ വെച്ചാണ് നടത്തുന്നത്. പരിശീലനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അവരുടെ ആവശ്യത്തിനും താല്പര്യത്തിനും അനുസരിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് ശ്രദ്ധയുടെ ലക്ഷ്യം. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന നിരന്തരമായി പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട കാലത്താണ്. ഓരോ കാര്യങ്ങൾ എത്ര 90 വയസ്സായാലും 95 വയസ്സായാലും പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരികയാണ്. AI നമ്മുടെ ജീവിതത്തെ റീപ്ലേസ് ചെയ്യുമോ എന്ന് ആശങ്കയോടുകൂടി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം AI അടക്കം നമ്മളുടെ പരിധിയിലേക്ക് നിർത്തിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിന്റെ സാധ്യതകളെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കോൺഫിഡൻസോടുകൂടി ഒരു വിഭാഗം നിൽക്കുന്നുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ അത്തരത്തിൽ മുഴുവൻ ആളുകളും കോൺഫിഡൻസോടുകൂടി പുതിയ കാലത്തിന്റെ താല്പര്യങ്ങളെ ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകളാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായി. ഡോക്ടർ ഹംസ പറമ്പിൽ, ഡോക്ടർ വേണുഗോപാൽ എന്നിവർ മുഖ്യാതിഥികളായി. ശ്രദ്ധ കൺവീനർ ആഷിഫ് മുഖ്യപ്രഭാഷണം നടത്തി. അക്കാദമിക് കോർഡിനേറ്റർ റാഷിദ് മുക്കത്തിൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A. സാബിറ, ഹാഷിം, മുഹമ്മദ് റഫീഖ്, ഡോക്ടർ മുഹമ്മദ് കുട്ടി, മുജീബ് കരുവാൻകുഴി, രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. N. ഷംസുദ്ദീൻ MLA മണ്ണാർക്കാട് നടപ്പാക്കി വരുന്ന ഫ്ലെയിം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് കമ്പനിയുടെ സഹകരണത്തോടെ തൊഴിൽ മേള സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് MES കല്ലടി കോളേജ് ഓഡിറ്റോറിയത്തിലാണ് മേള സംഘടിപ്പിച്ചത്. തൊഴിൽ മേള N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാസമ്പന്നരായ ആളുകൾക്ക് തൊഴിലുള്ള വഴി കാണിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് MLA പറഞ്ഞു. കുട്ടികളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൂടി വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു ഇടപെടലായിരുന്നു. അതാണ് ഫ്ലെയിം. വിവിധ പരീക്ഷകളിൽ വിജയിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, പരീക്ഷകൾക്ക് അവരെ പ്രാപ്തമാക്കാനുള്ള കോച്ചിങ് കൊടുക്കുക, പ്രത്യേകിച്ച് സ്കോളർഷിപ്പ് പരീക്ഷകൾ, എൻട്രൻസ് പരീക്ഷകൾ, അതിലൊക്കെ ഇടപെടുക. സ്കൂളുകളിൽ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ അട്ടപ്പാടി മേഖലയിലേക്കുള്ള സ്കൂളുകളിൽ വിജയശതമാനം വർദ്ധിപ്പിക്കാനുള്ള ഇടപെടലുകൾ നടത്തുക. ഇതൊക്കെയാണ് ഫ്ലെയിം ഇതുവരെ നടത്തി വന്നത്. തീർച്ചയായും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വിദ്യാസമ്പന്നരായ ആളുകൾക്ക് തൊഴിലുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ അതാണ് ഫ്ലെയിമിൻ്റെ ഒരു ബാനർ ഇതിൽ വെച്ചതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്. ഇത് ഗ്രാൻഡ് നൽകുന്ന തൊഴിലാണ്. മാത്രമല്ല അവരതിൽ വളരെ സത്യസന്ധമായ അർപ്പണബോധത്തോടു കൂടി
വിശാലമായ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷത വഹിച്ചു. ഗ്രാൻഡ് ഗ്രൂപ്പ് CHRO MT അനീസ് തൊഴിലവസരങ്ങൾ വിശദീകരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ NV ഷർഫുന്നിസ, KC അബ്ദുൾ റഹ്മാൻ, ഫ്ലൈയിംഗ് കോർ ഗ്രൂപ്പ് ചെയർമാൻ ഹമീദ് കൊമ്പത്ത്, ഭാരവാഹികളായ KG ബാബു, സിദ്ദിഖ് പാറക്കോട്, ജോബ് ഐസക്, PCM ഹബീബ്, ബിജു ജോസഫ്, മൂസിൻ ചെങ്ങലേരി, ജയപ്രകാശ് വാഴൂർ, സൈനുദ്ദീൻ കരിച്ചിറ എന്നിവർ പ്രസംഗിച്ചു. ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ താലൂക്കിലെ നിരവധി കരാറുകാർ പങ്കെടുത്തു. CMLL-RRP ഡിസംബർ 30-നകം 40% പൂർത്തീകരിക്കണമെന്ന സർക്കാർ നിബന്ധനയിൽ MIS ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യണമെന്നും സ്കീമിന്റെ ഫണ്ട് വ്യക്തത വേണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ഭദ്രദീപം തെളിയിച്ചു. ഏത് തൊഴിൽ രംഗത്തുള്ളവർക്കും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത് ആ മേഖലയുടെ അഭിവൃദ്ധിക്ക് ഉതകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു. സംഘടനയിലൂടെയാണ് എല്ലാ മേഖലയിലുമുള്ള ആളുകൾ, ഒരു തൊഴിൽ മേഖലയാണ് കരാർ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. അങ്ങനെ ഏത് തൊഴിൽ രംഗത്തുള്ളവർക്കും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത് ആ മേഖലയുടെ അഭിവൃദ്ധിക്ക് ഏറെ പ്രയോജനപ്രദമാണ്. ാണ് അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ നാടിന്റെ സൃഷ്ടിപ്പിൽ വലിയ പങ്ക് വഹിക്കുന്നതിനാണ്. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ്. കരാറുകാരില്ലെങ്കിൽ, കരാറുകാര് നിർമ്മാണ രംഗത്തേക്ക് വന്നില്ലെങ്കിൽ, കരാറെടുക്കാൻ സന്നദ്ധരല്ലെങ്കിൽ ചില സമയത്ത് അങ്ങനെ സമരമൊക്കെ ഉണ്ടാവാം. താലൂക്ക് പ്രസിഡന്റ് സജി തോമസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജംഷിദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന രക്ഷാധികാരി KC ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K നന്ദകുമാർ, K ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് PE തങ്കച്ചൻ, സെക്രട്ടറി MB സച്ചിദാനന്ദൻ, സുഗുണനുണ്ണി, S നിയാസുദ്ദീൻ, മണ്ണിൽ ബാബു, രാജൻ വർഗീസ്, R ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നജീബ് കാന്തപുരം MLAക്ക് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച തുക വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ആലിപ്പറമ്പിലെ 2 റോഡുകളുടെ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു. നജീബ് കാന്തപുരം MLA പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. 2 റോഡുകൾക്കുമായി 1.85 കോടി രൂപയാണ് അനുവദിച്ചത്. ആലിപ്പറമ്പ് പള്ളിക്കുന്ന് കാളിക്കടവ് റോഡിൻ്റെയും വില്ലേജ് ഹൈസ്കൂൾ റോഡിൻ്റെയും പ്രവൃത്തി ഉദ്ഘാടനമാണ് നടന്നത്. പള്ളിക്കുന്ന് കാളിക്കടവ് റോഡിന് 1.25 കോടി രൂപയും വില്ലേജ് ഹൈസ്കൂൾ റോഡിന് 60 ലക്ഷം രൂപയും 2025-2026 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ MLA മുഖേന ലഭിച്ചു. റോഡ് പ്രവൃത്തികളുടെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. പക്ഷത്തിരിക്കുന്ന ആളുകൾ, ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നാടിനു വേണ്ടിയാണ്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ നാട് നന്നാവണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് രാഷ്ട്രീയമായും അതുപോലെ തന്നെ മറ്റ് കക്ഷി വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമ്മൾ ഒരുമിച്ച് നാട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുക. രാഷ്ട്രീയമൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പിൽ പറയാം, അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയം പറയേണ്ട സന്ദർഭങ്ങളിൽ പറയാം. അതിനപ്പുറത്ത് വികസനത്തിന് ഒരു രാഷ്ട്രീയം മതി എന്നുള്ളിടത്തേക്ക് നമ്മൾ വളരാൻ കഴിയണം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, പഞ്ചായത്ത് അംഗങ്ങളായ PK നവാസ്, CT നൌഷാദ് അലി, MP മജീദ്, വാഹിദ ടീച്ചർ, ശാരദ മോഹൻദാസ്, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ TK ഹംസ, KK ബഷീർ, മോഹൻദാസ് നെടുമ്പെട്ടി, K വാസു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. 1 കിലോമീറ്ററിലധികം ദൈർഘ്യത്തിലാണ് പള്ളിക്കുന്ന് കാളിക്കടവ് റോഡ് നിർമ്മിക്കുന്നത്. ഈ റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ കലുങ്കുകളും അഴുക്കുചാലുകളും നിർമ്മിക്കും. 1500 മീറ്റർ ദൈർഘ്യത്തിലാണ് വില്ലേജ് ഹൈസ്കൂൾ റോഡ് നിർമ്മിക്കുക. കൂട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മാധ്യമ സെമിനാറും സ്നേഹാദരവും സംഘടിപ്പിച്ചു. ചലച്ചിത്ര നിരൂപകൻ GP രാമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമധർമ്മം നവമാധ്യമങ്ങളുടെ കാലത്ത് എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര നിരൂപകൻ GP രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാനുഷിക സാഹചര്യത്തെ ഇന്ന് ഈ സാങ്കേതികതയുടെയും അധികാരത്തിൻ്റെയും അമിതാധികാരത്തിൻ്റെയും അതുപോലെ തന്നെ ഉള്ള ടെക്നോളജിയുടെയും അതിലുള്ള വിവിധങ്ങളായ സാമ്പത്തിക താല്പര്യങ്ങളുടെയും ഒക്കെ ഒരു പ്രത്യേകമായ സങ്കീർണമായ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് വളരെ പെട്ടെന്ന് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. മാധ്യമപ്രതിനിധികളും മണ്ണാർക്കാട് MS കല്ലടി കോളേജിലെ ജേർണലിസം വിദ്യാർത്ഥികളും സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിച്ചു. PTA പ്രസിഡന്റ് KT അബ്ദുള്ള അധ്യക്ഷനായി. തിരുവിതാംകുന്ന് കേരള വെറ്റിനറി സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ M മനോജ്, സ്കൂൾ പ്രിൻസിപ്പൽ MP സാദിഖ്, KS മനോജ്, ഹമീദ് കൊമ്പത്ത്, CP വിജയൻ, PTA അംഗം അഷ്റഫ്, നൌഷാദ് തങ്കയത്തിൽ, കൃഷ്ണദാസ് കൃപ, സജീവ് P മാത്തൂർ, VM ജയപ്രകാശ്, സമദ് കല്ലടിക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു.
കുലുക്കലൂർ ചുണ്ടമ്പറ്റയിൽ ചകിരി കമ്പനിയിലേക്ക് വെള്ളവുമായി എത്തിയ വാൻ കത്തിനശിച്ചു. ആളപായമില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് തന്നെ തീയണയ്ക്കാൻ കഴിഞ്ഞതോടെ വലിയ അപകടം ഒഴിവായി. പുറത്ത് കൂട്ടിയിട്ടിരുന്ന ചകിരിയും കത്തിനശിച്ചു. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ചുണ്ടമ്പറ്റയിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന മർഹബ എന്ന ചകിരി കമ്പനിയിലേക്ക് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള കുടിവെള്ള വിതരണ സ്ഥാപനത്തിലെ വാനാണ് കുടിവെള്ളവുമായി എത്തിയത്. പുറത്തു കിടന്നിരുന്ന ചകിരിയിലാണ് വണ്ടി നിർത്തിയിട്ടിരുന്നത്. വാഹനത്തിൻ്റെ സൈലൻസറിൽ നിന്നും ചകിരിയിലേക്ക് തീ പടർന്നതായാണ് സംശയം. വാഹനത്തിലെ ജീവനക്കാർ കുടിവെള്ളം കമ്പനിക്ക് അകത്തേക്ക് വയ്ക്കുന്നതിനിടെയായിരുന്നു സംഭവം. പെട്ടെന്ന് തന്നെ വാഹനത്തിന് തീ പിടിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ കുപ്പം പോലീസും പട്ടാമ്പിയിൽ നിന്നുള്ള അഗ്നിശമന സേനയും സ്ഥലത്തെത്തി. അപ്പോഴേക്കും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരിന്തൽമണ്ണ പട്ടിക്കാട് ചുങ്കത്ത് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. അൽ ജാമിയ ശാന്തപുരം ഏരിയകളുടെ നേതൃത്വത്തിലാണ് റാലി നടന്നത്. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ ഓൾ ടുഗദർ ടു ഗസ എന്ന തലക്കെട്ടിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമങ്ങൾ നടത്തിവരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് GIOയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് ചുങ്കത്ത് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. ആളുകളെ കൊന്നൊടുക്കിയുള്ള ഇസ്രായേലിൻ്റെ നരഹത്യയെ ബഹിഷ്കരണത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മനുഷ്യപക്ഷത്തോടുള്ള ബാധ്യത നിറവേറ്റാനും നീതിക്ക് സാക്ഷ്യം വഹിക്കുവാനും റാലി ആവശ്യപ്പെട്ടു. GIO മലപ്പുറം ജില്ലാ സമിതി അംഗം ഷജറീന പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്തു. ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതി ഇസ്രായേലിൽ ഫലസ്തീൻ നടത്തിക്കൊണ്ടിരിക്കെ മനുഷ്യത്വമുള്ളവർക്ക് ഈ അക്രമങ്ങളോടെ മൗനം പാലിക്കാൻ സാധിക്കില്ല എന്നും തങ്ങളാൽ കഴിയുന്ന പ്രതിഷേധമാണ് ഉയർത്തുന്നതെന്നും ഷജറീന പറഞ്ഞു. നരനായാട്ട് നടത്തുന്ന ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നിടത്ത് എവിടെയാണ് നമ്മൾ സമൂഹത്തിൽ പിളർപ്പുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ അവിടെ വർഗീയത പറയുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതിനുശേഷം ആ കേസെടുത്തതിന് ശേഷമാണ് കേരളത്തിൽ GIO എന്ന സംഘടനയുടെ പേരിൽ നിരവധി സ്ഥലത്ത് ഇതുപോലെയുള്ള ഐക്യദാർഢ്യ സദസ്സുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇതിനെതിരെ സംഘപരിവാർ നടത്തുന്ന ഇത്തരം ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഓരോ തവണയും ഞങ്ങൾ കൂടുതൽ കൂടുതൽ ഉച്ചത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. എല്ലാ ലോക നിയമങ്ങൾക്കും വില കൽപ്പിക്കാതെ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിക്കെതിരെ ലോക മനസാക്ഷി ഉണരണമെന്നും അവർ പറഞ്ഞു. GIO അൽ ജാമിയ ഏരിയ പ്രസിഡന്റ് TS ഫാത്തിമ ഷെറിൻ, ശാന്തപുരം ഏരിയ പ്രസിഡന്റ് സഹ്വ ഹമീദ്, ഫിദായസ്, മറിയം സമീർ, ഷെബന, അംന നൌഫ് തുടങ്ങിയവർ സംസാരിച്ചു. റാലിയിൽ 300ഓളം പേർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ. ഉറക്കം ഇനി അനുഭവിച്ചറിയാം. എയ്ഡലക്സ് മാട്രസിൻ്റെ എക്സ്പീരിയൻസ് ഷോറൂം പെരിന്തൽമണ്ണയിൽ തുറന്നു. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഉന്നത ഗുണനിലവാരത്തിലുള്ള മെത്തകളുടെ എക്സ്പീരിയൻസ് ഷോറൂമാണ് എയ്ഡലക്സ്. നൂതന ടെക്നോളജിയിൽ ഏറ്റവും ഉറപ്പിലുള്ള മനോഹരമായ റോയൽ പ്രീമിയം ലക്ഷറി എക്കോ മെത്തകളാണ് എയ്ഡലക്സ് അവതരിപ്പിക്കുന്നത്. ഏറ്റവും ശാന്തവും സുഖകരവുമായ ഉറക്കം ഇനി എയ്ഡലക്സിൻ്റെ മാട്രസിലൂടെ അനുഭവിച്ചറിയാം. പെരിന്തൽമണ്ണ പൊന്നിയാകുറിശി അപ്സര ടവറിൽ പ്രവർത്തനം തുടങ്ങിയ എയ്ഡലക്സ് മാട്രസ് ഷോറൂം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ആരെയും ഉറക്കുന്ന ഒരു വലിയ സംവിധാനമായി എയ്ഡലക്സ് മാറുകയാണ്. തീർച്ചയായിട്ടും എയ്ഡലക്സിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ബ്രാൻഡ് എന്ന നിലയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളിൽ ഒന്നായി അത് അതിവേഗം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓൺട്രപ്രണേഴ്സ് വളരുക എന്നത് നമ്മുടെയൊക്കെ വലിയ സ്വപ്നമാണ്. പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ
അതിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ വളർച്ച പ്രകടിപ്പിക്കേണ്ടത് നല്ല ഓൺട്രപ്രണേഴ്സിനെ സമ്മാനിച്ചുകൊണ്ടാണ്. ഇത് തീർച്ചയായിട്ടും ഒരു വലിയ മുന്നേറ്റമായി മാറും. നല്ല ടെക്നോളജിയിലും അതിൻ്റെ സാങ്കേതിക മികവിലുമെല്ലാം വളരെ ശ്രദ്ധയും ഇന്നൊവേഷനും ദീർഘകാലത്തെ റിസർച്ചും നടത്തിയിട്ടാണ് ഒരു ബ്രാൻഡ് ഇപ്പോൾ എയ്ഡാലക്സ് എന്ന പേരിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. എയ്ഡാലക്സിന്റെ 24ാമത്തെ പ്രൊഡക്റ്റിന്റെ ലോഞ്ചിംഗ് കർമ്മം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു. ഇങ്ങനെ ഒരു ബ്രാൻഡ് കൂടി പെരിന്തൽമണ്ണയിൽ നിന്ന് ഉദിച്ചു വരുന്നത് ഇത് നേരത്തെ എന്നെ പറഞ്ഞ പോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് അത് വ്യാപിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ രംഗത്ത് ഒരുപാട് വെല്ലുവിളികൾ ഒക്കെ ഉള്ള ഒരു മേഖല തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബ്രാൻഡിന്റെ ഐഡന്റിറ്റി തുടക്കത്തിലുള്ളത് പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി വളരെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും നല്ല രീതിയിൽ വർക്കാനുള്ള പെട്ടു അതിനനുബന്ധ കാര്യങ്ങളൊക്കെ ആയിട്ട് എയ്ഡാലക്സിന് മാറാൻ കഴിയും. സി സേതുമാധവൻ, എ കെ നാസർ, അഡ്വക്കേറ്റ് ബെന്നി തോമസ്, സി കെ ഹാരിസ്, ചമയം ബാപ്പു, ഡോക്ടർമാരായ നിലാർ മുഹമ്മദ്, ഷാജി അബ്ദുൽ ഗഫൂർ, നഹീമു റഹ്മാൻ, BNI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ദീവേഷ് നായർ, BNI ഗ്ലോറിയസ് ചാപ്റ്റർ പ്രസിഡന്റ് ഷംസുദ്ദീൻ ചന്ദനപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് റഹീം തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെയും ബിസിനസ് മേഖലയിലെയും ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ ഇവിടെ എത്രയും പെട്ടെന്ന് ഒരു ഷോറൂം തുറക്കണം എന്നുള്ളത്. അതിന് മുന്നേ തന്നെ നമ്മളൊരു ബെഡൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ലാറ്റക്സ് ആയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉറക്കം കൂടുതൽ കിട്ടുക എന്നുള്ളതല്ല, ഉറങ്ങുന്ന ഉറക്കം ശരിയായി കിട്ടുക എന്നുള്ളതാണ് എന്റെ എക്സ്പീരിയൻസ് വന്നിട്ടുള്ളത്. നേരത്തെ നീക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ഏതായാലും എല്ലാവിധ ആശംസകളും. എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കടകൾ, സ്പ്രിങ്ങിന്റെ കടകളും സാധാ ഫോമിന്റെ കടകളും ചകിരിന്റെ കടകളും ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊക്കെ കടന്ന് ഒരു 1 2 3 കൊല്ലം കഴിയുമ്പോൾ കുറെ കൊഴിഞ്ഞ് നമ്മൾ കിടക്കുന്ന സ്ഥിരം ഭാഗങ്ങൾ നമ്മളിലെ കബറമാതിരി ആകുന്ന അവസ്ഥകൾ മാറിയിട്ട് ഇതിന് കിടക്കുമ്പോൾ നമുക്ക് ആ കിടക്കുമ്പോൾ കിട്ടുന്ന ഫീല്, നമ്മുടെ ആ റിലാക്സേഷൻ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതി തന്നെയാണ്. എയ്ഡാലക്സിന്റെ ബെറ്റർ PT, ഡീലക്സ്, സൈൻ, ഡുവോ, PS മെർമോ, റിലാക്ട്, മെമ്മറി ഫ്ലാക്സ്, ബോണൽ, സൂപ്പർ ഫോം, പോക്കറ്റീസ്, ബോണ്ട്, കോയർ സ്പിൻ തുടങ്ങിയ ഏവരെയും ആകർഷിക്കുന്ന ഏറ്റവും മനോഹരവും ദൃഢവുമായ വിവിധ തരം മെത്തകളാണ് എക്സ്പീരിയൻസ് ഷോറൂമിൽ വിപണനത്തിന് എത്തിച്ചിരിക്കുന്നത്. വിലക്കുറവും ഭംഗിയും നോക്കിയാണ് ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിംഗ് രീതി. എന്നാൽ ക്വാളിറ്റിയും ഉറപ്പും ഈടും പ്രധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏറെക്കാലം പഠനം നടത്തിയാണ് മാട്രസിൻ്റെ എയ്ഡാലക്സ് എന്ന ബ്രാൻഡ് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചതെന്ന് മാനേജിംഗ് ഡയറക്ടർ ലിനറ്റ് ജോസഫ് പറഞ്ഞു. ആക്സിഡൻ്റലി വന്ന ഒരാളാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് കണ്ടിരുന്ന മാട്രസ്, അതുപോലെ ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ആളുകൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാതെയാണ് ഇത് വാങ്ങിക്കുന്നത്. കാരണം ഒന്നുകിൽ പ്രൈസ് ഓറിയൻറ്റഡ്, അല്ലെങ്കിൽ ആ പുറത്ത് കാണുന്നൊരു ഭംഗി മാത്രം, അത് ആളുകളെ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസിലേക്ക് നയിക്കുന്നുണ്ടെന്നും പിന്നീട് അവർക്കത് ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് അവർ പലരും പറയുന്നുമുണ്ട്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്തു. അങ്ങനെ 4 തവണ എൻ്റെ പ്രോഡക്റ്റ് അപ്ഗ്രേഡ് ചെയ്തു. 4ാമത്തെ തവണ ഞാൻ ഈ എയ്ഡാലക്സിലോട്ട് എത്തിപ്പെട്ടു. അത് 100% ക്വാളിറ്റിയും പെർഫെക്ഷനും ഫോക്കസ് ചെയ്തിട്ടാണ് എയ്ഡാലക്സ് പുറത്തിറങ്ങിയിരിക്കുന്നത്. 2 വർഷം മുതൽ 10 വർഷം വരെ വാറന്റിയോടുകൂടിയാണ് പ്രൊഡക്റ്റുകളുടെ വിൽപ്പന. ഏറ്റവും ഗുണമേന്മയുള്ള പില്ലോകളും ബ്ലാങ്കറ്റുകളും ലഭ്യമാണ്. സ്വന്തം ഫാക്ടറിയിൽ ഏറ്റവും നൂതനമായ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് എല്ലാം നിർമ്മിക്കുന്നത്. ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമുക്കുണ്ട്. നമ്മുടെ സ്വന്തം ഫാക്ടറിയിലാണ് ഈ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് നമ്മൾ 10 വർഷം മുതൽ 25 വർഷം വരെ ഗ്യാരണ്ടിയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
പിന്നെ അതിനാവശ്യമായ മെറ്റീരിയലൊക്കെ തന്നെ ISO നിലവാരമുള്ളതും പ്രകൃതി നിർമ്മിതമായ നാച്ചുറൽ ലാറ്റക്സ് അടക്കമുള്ള ആളുകൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് നൽകാൻ കഴിയുന്ന രൂപത്തിലുള്ള ബെഡുകൾ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. ഒരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമല്ല. ഇതുവരെ ഉപയോഗിച്ച ആളുകളൊക്കെ തന്നെ വളരെ നല്ല അഭിപ്രായങ്ങളും അവരുടെ എക്സ്പീരിയൻസും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവരെ നേരിട്ട് കണ്ട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ചുണ്ടമ്പറ്റയിൽ റോഡരികിൽ സ്കൂട്ടറിൽ വ്യാജ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ യുവാവിനെ പട്ടാമ്പി എക്സൈസ് അറസ്റ്റ് ചെയ്തു. ചുണ്ടമ്പറ്റ പാരതിക്കോട് വീട്ടിൽ നിനീപ്പാണ് അറസ്റ്റിലായത്. 3.22 ലിറ്റർ മദ്യവും 600 രൂപയും സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സൽമാൻ റസാലിയും പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ചുണ്ടമ്പറ്റയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി മദ്യവിൽപ്പന നടക്കുന്നതായി പരിസരവാസികൾ പരാതിപ്പെട്ടിരുന്നു. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിലും ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടിലും PDP നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇസ്രായേൽ പതാക അഗ്നിക്കിരയാക്കി. പേങ്ങാട്ടിൽ നടന്ന പ്രതിഷേധത്തിൽ PDP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ മേലാടയിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി സമീർ മുളൂർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ മാരായമംഗലം, PCF പ്രതിനിധി യഹിയ ചെമ്മൻകുഴി, പഞ്ചായത്ത് സെക്രട്ടറി അജ്മൽ കിഴാടയിൽ, ഹുസൈൻ തങ്ങൾ, ഫൈസൽ നെല്ലായ തുടങ്ങിയവർ പങ്കെടുത്തു. ചെർപ്പശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും നാഷണൽ സർവീസ് സ്കീമിൻ്റെയും നേതൃത്വത്തിൽ HIV ബോധവൽക്കരണ മാജിക് ഷോ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു. മജീഷ്യൻ രാജീവ് മേമുണ്ട മാജിക് അവതരിപ്പിച്ചു. മുഹമ്മദ് റഫീഖ്, സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ അൽഫീന സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെല്ലായ പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലും ചട്ടവിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നെന്ന പരാതിയുമായി UDF. സെക്രട്ടറി CPMന്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുകയാണെന്നും പരാതി പരിശോധിക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നും നേതാക്കൾ. 17-ന് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തും. KSU പ്രവർത്തകരെ കയ്യിൽ വിലങ്ങും കറുത്ത മുഖം മൂടിയും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ നടപടി. വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പീര വസതിയിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നായ കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മലപ്പുറം മേലാറ്റൂർ കട്ടിലശ്ശേരി ഉമ്മറിന്റെ ഭാര്യ 40 വയസ്സുള്ള സലീനയാണ് മരിച്ചത്. അലനല്ലൂർ സ്കൂൾ പടിയിൽ വെച്ചായിരുന്നു അപകടം. ജലജീവൻ മിഷൻ പദ്ധതിയിൽ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിച്ച മലപ്പുറം ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി ഏലംകുളം. മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപനം നടത്തി. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവതിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. വാണിയംകുളം സ്വദേശിനിയായ യുവതിയാണ് പുഴയിൽ ചാടിയത്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ SFI നേതാക്കളുടെ നേതൃത്വത്തിൽ ഗുണ്ടാ ആക്രമണമെന്ന് പരാതി. ബൈക്കുകളിലെത്തിയ സംഘം 2 വിദ്യാർത്ഥികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് അടിച്ചു തകർത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.